ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം ഉണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ? കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോ എല്ലാം ചെയ്തിട്ട്. നമുക്ക് അടുത്ത മാസം ഓഗസ്റ്റിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ആദ്യം കഴിഞ്ഞ 2 ദിവസം പോയി ദേരയിലെല്ലാം പോയിട്ട് നോക്കി. അപ്പോൾ അവിടെ പാർക്കിങ്ങിനെല്ലാം ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ അങ്ങനെ ചുറ്റി. പിന്നെ വിചാരിച്ചതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് മെട്രോയിൽ പോകാം. അപ്പോൾ മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ഞാനിപ്പോൾ മെട്രോയിൽ കയറുന്നത് കേട്ടോ. ഒരുപാട് നാളായി തോന്നുന്നു കയറിയിട്ട്. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ പോയിട്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ മെട്രോവും ബസ്സെല്ലാം നമുക്ക് ഭയങ്കര മടിയായിരിക്കും കയറാൻ. അപ്പോൾ അങ്ങനെ എത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷനിൽ വണ്ടിയെല്ലാം വെച്ചിട്ട് നമ്മൾ നേരെ ഇതാ മെട്രോയിൽ പോവാണ്. അപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാലിയായിരുന്നു, ഓടി നടന്ന് വീഡിയോയിൽ എടുക്കാൻ പറ്റി. അപ്പോൾ കുറേ നാൾ കൂടി പോകുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതന്നെ ഏറ്റവും ഈസി മെട്രോയിൽ പോക്കാം. പിന്നെ നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യം ആ ടെൻഷനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാ അവിടെ എത്തിസ്ലാത്തിന് കയറുമ്പോൾ ലാസ്റ്റ് സ്റ്റേഷനല്ല, അതുകൊണ്ട് അത്ര ആളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ടെത്തുമ്പോൾ ഇതാ നല്ല ആളെല്ലാം ഉണ്ടായിരുന്നേനും. അങ്ങനെ മെട്രോയിലിരുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ ആൾക്കാരെല്ലാം കയറി തുടങ്ങിയപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അവരുടെ ഫേസ് എല്ലാം കാണുമല്ലോ. അങ്ങനെ ഇത് ദേരയിൽ ഇറങ്ങി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് നല്ല ഉണ്ട്. നമ്മൾ ആ പണ്ട് താമസിച്ച ആ ഒരു ദേരയും എന്താ പറയുക, ആ റൂമിൻ്റെ അടുത്തെല്ലാം കാണുമ്പോൾ നല്ല ഭയങ്കര നെസ്റ്റുമായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ നൈഫ് സൂക്കിലാണ് പോയത്. അപ്പോൾ അന്ന് പോയിട്ട് എന്തോ ഒരു തുണി മാത്രമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ലൈനിങ്ങും അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മൊത്തം ഒന്ന് കറങ്ങി. ഇപ്പോൾ വൈകുന്നേരമായി. ഷോപ്പിങ്ങിന് പോയാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. പ്രത്യേകിച്ച് ദേരയിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചതൊന്നും ആയിരിക്കില്ല വാങ്ങാൻ. വേറെന്തെല്ലോ എന്തിനെല്ലോ പോയിട്ട് വേറെന്തെല്ലോ വാങ്ങിയിട്ട് വരും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. അപ്പോൾ ഒരു പോക്ക് പോയാൽ തന്നെ വിചാരിക്കും ആ ദിവസം തന്നെ എല്ലാ പണിയും തീർക്കണം. അങ്ങനെ കുറേ തപ്പി നടന്നൊരു തുണി കിട്ടി. പിന്നെ അതിൻ്റെ ലൈനിങ് നോക്കി കുറേ നടന്ന്. പിന്നെ ഇത് മോൾക്കൊരു ഗൗൺ അടിക്കാൻ വേണ്ടിയിട്ടേനു. അങ്ങനെ ഇതാ അതെല്ലാം കുറേ നോക്കി. പിന്നെ ഒക്കെ എന്തോ അക്സസറീസും ചെരുപ്പെല്ലാം വേണമെന്ന് പറഞ്ഞ് ഇതിനിടാനെല്ലാം. അങ്ങനെ അതും കുറേ നോക്കി. പിന്നെ ഓരോ ഷോപ്പിൽ കയറി എന്താ പറയുക, കുറേ എന്തെല്ലോ വീഡിയോ എടുത്തിന്. ബാക്കിയെല്ലാം പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അങ്ങനെ ലൈനിങ്ങിനായിരുന്നു കുറേ നേരം നോക്കിയത്. അങ്ങനെ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഞാൻ പിന്നെ ഷോപ്പ് ചെയ്താൽ ഫുള്ളൊന്ന് എടുത്തതന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈഫ് സൂക്കിൽ വന്ന്. അപ്പോൾ അവിടെ നിന്ന് ഷോള് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഷോള് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ വിചാരിച്ചത് കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇനിയിപ്പോൾ അതിന് വേറൊരു ദിവസം വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയിട്ട് ഷോള് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് അതെല്ലാം കഴിഞ്ഞിതാ നേരെ മെട്രോ കയറി എത്തിസ്ലാത്തിലെത്തി. പിന്നെ അവിടെ നിന്ന് വണ്ടിയെല്ലാം എടുത്ത് പിന്നെ ഒരു മഗ്‌രിബിൻ്റെ ഉള്ള സമയമായി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പള്ളിയിൽ കയറി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നെസ്റ്റോയിൽ പോകാനുണ്ടായിരുന്നു. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം. അങ്ങനെ അവിടെ എത്തി. അവിടെ പിന്നെ വേറെ എന്തെല്ലോ ഓഫറെല്ലാം പാത്രങ്ങളും കണ്ടാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തായാലും വീഡിയോസ് എടുക്കും. അങ്ങനെ ചുമ്മാ ഒന്ന് മേലെല്ലാം കയറി അതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത്. പാത്രങ്ങളെല്ലാം എന്തെല്ലോ കുറേ ഓഫറെല്ലാം ഉണ്ടായിനേനും, നല്ല വിലക്കുറവിലും. പിന്നെ ഞാൻ വാങ്ങിച്ചതുപോലത്തെ എല്ലാം ഉണ്ട്. അന്ന് വാങ്ങുമ്പോൾ എനിക്ക് എത്ര പൈസയാണെന്നറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാളെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതെങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളെല്ലാം ഉണ്ടല്ലോ. എനിക്കിങ്ങനത്തെ ഈ ചെറിയ ചെറിയ സാധനമെല്ലാം വാങ്ങാൻ നല്ല രസമാണ്. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള 10 ദിർഹംസും അത്രയല്ലേ ഉണ്ടാവും 6 പീസിനെല്ലാം. പിന്നെ ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ കടായിയും പിന്നെ കുറേ നോൺ സ്റ്റിക്ക് പാനെല്ലാം. അപ്പോൾ ഇത് 29 ഉള്ള ഇത് 2 എണ്ണം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി വരികയാണെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. ഇനിയിപ്പോൾ ഓഫറെല്ലാം കഴിഞ്ഞോ എന്നറിയില്ല. 29 ഇത് 15 ഉണ്ട്. നിങ്ങൾ വിലയുടെ കാണുന്നുണ്ടാവുമല്ലോ. കുറച്ചും കൂടി നല്ല സാധനമാണ്, അത്രേ പ്രൈസും ഉള്ളൂ. പിന്നെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഉള്ളതും എല്ലാം പൊട്ടി. അപ്പോൾ അതന്നെ ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് 10 ദിർഹംസിന് 6 പീസ്. പിന്നെ ഇതാ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ ഞാനെല്ലാം ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ.
പിന്നെ കുറേ നടന്ന് മതിയായപ്പോൾ ശരിക്കും ടയേർഡായി. ഉച്ചയ്ക്ക് ഇറങ്ങിയതോ പിന്നെ നമുക്കെല്ലാം നല്ല പനിയൊന്നും ശരിക്കൊന്നും വിട്ടു മാറിയിട്ടുമില്ല. ഇപ്പോഴും സൗണ്ടൊന്നും കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശരിയായിട്ടില്ല. പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തടത്തുനിന്ന് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ നാട്ടിലെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോകുന്ന തിരക്കില്ല. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഫുള്ള് ഷോപ്പിംഗ് തന്നെ, ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ ഡ്രസ്സിൻ്റെ അടുത്തൊന്നും ഞാൻ പിന്നെ അത്ര അങ്ങനെ നോക്കിയിട്ടില്ല, ഒന്നും അത്ര നല്ലതെന്ന് പറയാനില്ല. പിന്നെ കുറേ ആളങ്ങനെ അതന്നെ കുറേ ഫാമിലി ഷോപ്പിംഗ് തന്നെയായിരുന്നു അവിടെ. പിന്നെ ഇതാ ഈ ഒരു എന്താ പറയുക ചെയറും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഊഞ്ഞാൽ വിലയെല്ലാം ചോദിക്കായിരുന്നു. പിന്നെ അതിടാൻ നല്ല സ്പേസ് വേണം. വീട്ടിലെ ഹോള് പകുതി മുക്കാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോകും. മുമ്പ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. പിന്നെ ഞാൻ പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു, വെറുതെ വീടെന്ന് അറിയും. അങ്ങനെ ഇതാ കാരിഫോറിൽ കയറി അവിടുന്ന് ഇതാ വേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ നോക്കി നോക്കി എടുക്കായിരുന്നു. ആദ്യം കുറേ ഉരുണ്ട് കളിച്ചിട്ട് എന്തെല്ലോ വീഡിയോയിലെടുത്ത് ലാസ്റ്റ് പിന്നെ തിരക്കായിട്ട് പരക്കെ എന്തെല്ലോ എടുത്തിട്ട് വരും. പിന്നെ എടുക്കേണ്ട സാധനം എപ്പോഴും മറന്നും പോകും. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മോളും പൂച്ചയായിട്ട് ബാക്ക്ഗ്രൗണ്ടിങ്ങൊക്കെ ഭയങ്കര എന്താ പറയുക ഓളം കുക്കിംഗ് ഗുൽമാലെല്ലായിരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഞാനത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ ഞാൻ മതി വീണ്ടും വോയിസ് ഇടാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അതന്നെ അങ്ങനെ അങ്ങ് വെച്ച്. പിന്നെ ഇതാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഞാനൊരു റെസിപ്പി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പാൽപൂരി, പാൽ പൊറോട്ട എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് കുറച്ച് മുമ്പ് വരെ ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതങ്ങ് മറന്നു പോയത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഇതൊന്ന് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഇതാ എല്ലാവർക്കും അറിയുന്നതും ട്രൈ ചെയ്തതെല്ലായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ അതിനായിട്ടൊരു അരക്കപ്പ് പാലും പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാഫ്രോണ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് എത്ര മധുരം വേണോ പാല് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും പിന്നെ ഒരു കുറച്ച് കാഷ്യൂവും ബദാമും രണ്ടും കൂടി സോക്ക് ചെയ്തിട്ട് ഗ്രൈൻഡറിൽ ഇത്തിരി പാൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. മഷി പോലെ നട്ട്സും ബദാമും അത് അരച്ചതും കൂടി ആ പേസ്റ്റും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കാം. ഇതിങ്ങനെ അധികം എന്താ പറയുക തിളച്ചിങ്ങനെ കുറുകി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഒന്ന് ബോയിലായാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു എന്താ പറയുക ഇതാണ് നമ്മുടെ പാലിൽ പൂരിയിലേക്ക് ഒഴിക്കുന്ന പാല്. ഇനിയിപ്പോൾ എന്താ നമ്മൾ പൂരി റെഡിയാക്കുക. പൂരിയെല്ലാം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ ആട്ടയും മൈദയും പിന്നെ രണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യും ഇട്ടിട്ടാണ് കുഴച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന പൂരി റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതാ വീഡിയോക്ക് വേണ്ടി മാത്രം ഞാനൊരു 3 പൂരി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും വേറെ ആരും ഇവിടെ കഴിക്കൊന്നുമില്ല, ഞാൻ തന്നെ തിന്നേണ്ടി വരും. അങ്ങനെ ചൂടോടെ പൂരിയും പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് പൂരിയും വെച്ച് ചൂടോടെ തന്നെ ചൂടുള്ള പൂരിൻ്റെ മേലെ ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് എന്താ ടേസ്റ്റ് ആണോ എന്നെല്ലാം ചോദിച്ചാൽ കുഴപ്പമില്ല, ഒരു പ്രാവശ്യമെങ്കിലും നമുക്കിത് എന്താ പറയുക കഴിച്ചു നോക്കാം. എന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന റെസിപ്പി എല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പക്ഷെ നല്ല രസമുണ്ടായിന്, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. അതിൻ്റെ പൂരിയിൽ ആ പാലിൽ നല്ലോണം സോക്ക് ചെയ്തിട്ട് നല്ലോണം മുക്കി പാലും കൂട്ടി കഴിക്കുക. ആഹാ അടിപൊളി. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.